السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين والذين اتبعهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم. والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വിഷയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും കനിഞ്ഞരുളിയ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നന്നാക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയം ഖവായിദുൽ അർബ. അതിലെ ഒന്നാമത്തെ ഖായിദ നമ്മളെന്താക്കി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, അവരുടെ ആ വിശ്വാസം അവരെ മുസ്ലിങ്ങളാക്കിയില്ല. വഅന്ന ദാലിക ലം യുദ്ഖിലുഹും ഫിൽ ഇസ്ലാം. കണ്ടില്ല നിങ്ങൾ? വഅന്ന ദാലിക ലം യുദ്ഖിലുഹും ഫിൽ ഇസ്ലാം. അതെന്താ? അവരെ, ആ വിഭാഗക്കാരെ, അങ്ങനെ പറയുന്നവരെ എന്താക്കിയില്ല, അത് ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചില്ല എന്ന്. അതായത് ഷഹാദത്ത് കലിമക്ക് നേരെ എതിരാണ്. ഒരാൾ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ എന്ത് പറയും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന രണ്ട് ഷഹാദത്തുകൾ ചൊല്ലിയതിനു ശേഷമാണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. ഈ ചൊല്ലൽ കൊണ്ട് അവിടെ അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു ഖാലിഖാണ്, മുദബ്ബിറാണ് എന്ന് ചൊല്ലൽ എന്തല്ല, ഒരാളെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ മാത്രം മതിയായില്ല. അതുകൊണ്ടാണ് അവർ മുസ്ലിം ആവാൻ ഈ ഒരു വാക്കുകൊണ്ട് ഏതെങ്കിലും ഒരുത്തനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ, നീ ഖാലിഖ് എന്ന് അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ടോ? നീ മാലിക് അള്ളാഹു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? മുദബ്ബിർ അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നീ മുസ്ലിമായി എന്ന് പറയാൻ കഴിയില്ല. കാരണം അയാൾ ഇസ്ലാം ആകണമെങ്കിൽ ആരാധനയ്ക്ക് അർഹരായിക്കൊണ്ട് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന നിലയ്ക്കാണ്. ചില ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ, ഇപ്പം ക്രിസ്ത്യാനിയാണെങ്കിൽ നീ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടോ ചോദിക്കുമ്പോൾ, ഓക്കെ, ഇസ്ലാം എനിക്ക് അള്ളാഹു ഇഷ്ടമാണ്, ഏകനായ അള്ളാഹുവിനെ പറ്റി എനിക്ക് നല്ലൊരു താല്പര്യമാണ് എന്നൊക്കെ പറയും. എന്നാൽ ഈസാ നബിയെ പറ്റി, ഈസാ നബി ദൈവമല്ല എന്ന വിഷയം പറയരുത്. അങ്ങനെ ഈസാ നബി ദൈവമല്ല, അല്ലെങ്കിൽ ദൈവപുത്രനല്ല, ആ തർക്ക വിഷയം പറയാതെ എനിക്ക് അള്ളാഹു ഇഷ്ടമാണ്, അള്ളാഹുവിനെ ദൈവമായി അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ വരും. നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല. ഇത് ഉറപ്പിച്ചിട്ട് വേണം. കാരണം ലാ ഇലാഹ കഴിഞ്ഞിട്ടാണ് ഇല്ലല്ലാഹ് വരുന്നത്. ലാ ഇലാഹ കഴിഞ്ഞിട്ടാണല്ലോ ഇല്ലല്ലാഹ് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക എന്ന് പറഞ്ഞല്ലോ. ലൈൻ അശ്റക്ത ലയഹബതന അമലുക വലതകൂനന മിനൽ ഖാസിരീൻ പറഞ്ഞല്ലോ. അവിടെ ഈ ഷിർക്ക് എന്ന വാക്കുണ്ടല്ലോ, ആ ഷിർക്ക് എന്ന വാക്ക് പറയുന്നിടത്ത് സംഭവിക്കുന്നതെന്ന ലാ ഇലാഹ സംഭവിക്കുന്നത് എല്ലാറ്റിനെയും നിഷേധിക്കുന്ന രൂപത്തിലാണ്. അമലൊക്കെ ബാത്തിലായി പോവും. ഇല്ലല്ലാഹ് എവിടെ വരുന്നത്? ഇല്ലല്ലാഹ് അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ പറഞ്ഞല്ലോ വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലി. ഇതൊക്കെ നമ്മൾ എന്നോ കേൾക്കുന്ന, നമ്മൾ തൗഹീദായ അന്ന് ദിവസം, മുജാഹിദായ ആ ദിവസം മുതൽ നമ്മൾ കേട്ടുകൊണ്ട് വന്ന, അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്ന നമുക്ക് എല്ലാവർക്കും മഅറൂഫായ ഒരു ആയത്താണ് അല്ലേ?
എന്നാൽ അതിലെവിടെയാ ഇല്ലല്ലാ? എല്ലാറ്റിനെയും നിഷേധിക്കലാണ് ആദ്യം കാണുന്നത്. എല്ലാ ശിർക്കിനെയും നിഷേധിക്കലാണ്. അതിനുശേഷമുള്ള ആയത്താണത്. ബലില്ലാഹ ഫഅബുദ് വകും മിനശ് ശാകിരീൻ എന്നാണ്. അതാണ് ഇല്ലല്ലാ. ബലില്ലാഹ ഫഅബുദ്. അങ്ങനെയല്ല, അള്ളാഹ്, അള്ളാഹുവിനെയാണ് ഫഅബുദ് നീ ആരാധിക്കേണ്ടത് നിർബന്ധമായും. ഫഅബുദില്ല എന്ന് പറയുന്നിടത്ത് അള്ളാഹു എന്ന് പറയും, അള്ളാഹ ഫഅബുദ് എന്ന് പറയും. എങ്ങനെ? ഫഅബുദില്ല എന്നാണ് പറയേണ്ടത്, നീ അള്ളാഹുവിനെ ആരാധിക്ക്. പക്ഷെ അള്ളാഹു എന്ത് പ്രയോഗിച്ചു? നഅബുദു ഇയ്യാക്ക പറയുന്നിടത്ത് എന്താ ഉപയോഗിച്ചത്? ഇയ്യാക്ക നഅബുദു. അതിന്റെ അർത്ഥം എന്തായി മാറി? നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, ആരാധിക്കുന്നു എന്നതിലേക്ക് എത്തുന്നു, അല്ലേ? അതുപോലെ തന്നെ ഫഅബുദില്ലാഹ, ബൽ ഫഅബുദില്ലാഹ പറയുന്നിടത്ത് ബലില്ലാഹ ഫഅബുദ് എന്ന് പറഞ്ഞു. അതിലെന്തായി? ഇതേ അവസ്ഥ വന്നു, ഹസർ ചെയ്യൽ സംഭവിച്ചു. നിന്നെ മാത്രം, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം നീ ഇബാദത്ത് ചെയ്യണം. വകും മിനശ് ശാകിരീൻ. എന്നിട്ട് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല, നീ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. എന്തായി? അതായത് ഒരാൾ അപ്പോൾ ഈസാ നബിയെ പറ്റി, യേശുവിനെ പറ്റി പറയുമ്പോൾ അതൊക്കെ തർക്ക വിഷയങ്ങൾ നമ്മൾ തൊടാതെ, എനിക്കും നിങ്ങൾക്ക് തർക്കമില്ലാത്ത രണ്ടുപേരും അംഗീകരിക്കുന്ന വിഷയമാണ് അള്ളാഹുവിനെ പറ്റി. അള്ളാഹു നമ്മൾ സ്വീകരിച്ചാലോ എന്ന നിലയ്ക്ക് അവർ വരും. അപ്പോൾ ഇല്ല, ഇത് ഉറപ്പിക്കാതെ, ഏത് ലാ ഇലാഹ ഉറപ്പിക്കാതെ ഇല്ലല്ലാ സാധ്യമല്ല, സംഭവിക്കുകയില്ല. ക്ലിയർ അല്ലേ? അതാണ് അവിടെ ഞാൻ പറഞ്ഞത്. ഒരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ നമ്മൾ തർക്കമില്ലാത്ത വിഷയങ്ങൾ, എനിക്കും അള്ളാഹുണ്ട് നിങ്ങൾക്കും അള്ളാഹുണ്ട്, അപ്പോൾ നമ്മൾ രണ്ടുപേരും അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ ഒന്നിച്ച് പിന്നെ അള്ളാഹു അല്ലാതെ ആരാധിക്കുന്നതിനെ പറ്റി നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട. അത് എന്തായി? സമൂഹത്തിൽ ഒരു വിള്ളലുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും, വിഭാഗീയത ഉണ്ടാക്കും, അല്ലേ? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ ആകണം, ക്ലിയർ കട്ടാകണം എന്നതാണ് നമ്മുടെ തീരുമാനം. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, നമ്മുടെ സ്വന്തം തീരുമാനമല്ല. അപ്പോ ലം യുദ്ഖിലുഹും ഫിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഷഹാദത്ത് കലിമയ്ക്ക് തുല്യമാണ്, ആകണം. ഏത്? അള്ളാഹു ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്, മുഹിയാണ്, മുമീത്താണ് എന്ന് പറഞ്ഞത് മാത്രം കൊണ്ട് ഷഹാദത്തിന് തുല്യമാകൂല. ഷഹാദത്തിന് തുല്യമാകണമെങ്കിൽ ഇതിൻ്റെ കൂടെ, ഇത് ഒഴിവാക്കിയിട്ടല്ല, ഇതിൻ്റെ കൂടെ അള്ളാഹു മാത്രമാണ് ഇലാഹ്. ഇബാദത്തുകൾ എന്തൊക്കെയുണ്ടോ ആ ഇബാദത്തുകളൊക്കെ അള്ളാഹുവിന് മാത്രമേ നൽകപ്പെടണം എന്നതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തോതിയത്. എന്താണ്? അഫലാ തത്തഖൂൻ എന്നാണ്. എന്താണ് അഫലാ തത്തഖൂൻ? അഫലാ തത്തഖൂൻ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആദ്യം സ്വീകരിക്കുന്നുണ്ടോന്നാ ചോദിച്ചേ. ഏത്? തൗഹീദ് സ്വീകരിക്കുന്നുണ്ടോന്ന്. നിങ്ങളെന്ത് ചെയ്യാം? തൗഹീദ് സ്വീകരിക്കണം. എന്നാലേ പിന്നെ നിങ്ങളുടെ അതായത് നിങ്ങൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്നാ ചോദ്യം. അഫലാ തത്തഖൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലേ എന്നാണ് തത്തഖൂൻ. ഒന്നാമത്തേത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ വഴിയേ വരും. ഏത്? അഫലാ തത്തഖൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ, അള്ളാഹു ശിക്ഷിക്കുമെന്നുള്ള ഭയമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദ്യമുണ്ടാവും. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ വിഷയം ഖാല ഷേഖ്, അതായത് ഖാല ഷേഖ് റഹിമഹുല്ല. അപ്പോൾ അതിന് ഞാൻ ഷെയർ ചെയ്യാം. ഖാല ഷേഖ് റഹിമഹുല്ല അൽ ഖാഇദത്തു സാനിയ, രണ്ടാമത്തെ ഖായിദ എന്നാണ്. രണ്ടാമത്തെ ഖായിദ, രണ്ടാമത്തെ അടിസ്ഥാന നിയമം. അതായത് അന്നഹും, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ, യഖൂലൂന, രണ്ടാമത്തെ ഈ തത്വം അല്ലെങ്കിൽ രണ്ടാമത്തെ അടിസ്ഥാന തത്വം, അന്നഹും യഖൂലൂന, അവർ പറയുന്നവരാണ്. ആര്? അന്നഹും എന്നാൽ അന്നൽ മുശ്രിക്കീന, പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ. യഖൂലൂന, അവർ പറയും, മാ ദഅവ്നാഹും, ഞങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല,
വതവജ്ജഹ്ന ഇലൈഹിം, ഞങ്ങൾ അവരിലേക്ക് മുഖം തിരിക്കുന്നുമില്ല. ഇല്ല ലിതലബിൽ ഖുർബ, ഇല്ല ലിതലബിൽ ഖുർബ, എന്തിനു വേണ്ടി മാത്രമല്ലാതെ, ഖുർബത്ത് സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ, വശഫാഅ, അതായത് അവരിൽ നിന്ന് ഷഫാഅത്ത്, ശിഫാറസ്, ശുപാർശ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി അല്ലാതെ, ശുപാർശ ലഭിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവരെ പ്രാർത്ഥിക്കുന്നുമില്ല, അവരിലേക്ക് തിരിയുന്നുമില്ല. ഫദലീലുൽ ഖുർബ, ഈ സാമീപ്യം അവർ ആഗ്രഹിച്ചിരുന്നു എന്നതിന് തെളിവെന്താ? ഈ ഈ നിലക്കുള്ള ഖുർബത്ത്, ഈ നിലക്കുള്ള ഖുർബത്ത്, ഏത് ഈ നിലക്കുള്ള ഇവർ പറയുന്ന സാമീപ്യം, അതിനുള്ള തെളിവ് എന്തായിരുന്നു? ഖുർആൻ തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ, നമ്മളിങ്ങനെ സ്വന്തമായി ഉണ്ടാക്കണ്ട. അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ തെളിവാണ്. അവരുടെ പിഴച്ച വാദങ്ങൾക്ക് ഖുർആൻ തന്നെ തെളിവാണ്. അള്ളാഹു അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കിതാബിൽ അള്ളാഹുവിൻ്റെ കലാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇനി വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾ എന്താകാൻ പാടില്ല, ഇത് ഞങ്ങൾ പുതുതായി ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയ ആശയാണ്, അതായത് ഇത് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ എതിർത്തിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ഞങ്ങൾക്കൊരു തോന്നി, മനസ്സിൽ തോന്നിയപ്പോൾ അള്ളാഹു ഇത് എതിർത്തിട്ടില്ലല്ലോ. ഏതുപോലെ മീലാദ് കഴിക്കേണ്ടെന്ന് ഖുർആനുണ്ടോ എന്ന് ചോദിച്ച പോലെ, അഹമ്മദ് നിസ്കരിക്കണം എന്ന് അഹമ്മദ് ചോദിച്ച പോലെ, അഹമ്മദ് നിസ്കരിക്കണം എന്ന് ഖുർആനിലുണ്ടോ? എങ്കിൽ പേര് കാണിക്ക്, അഹമ്മദ് നിസ്കരിക്കണം, എന്നാലേ ഞാൻ നിസ്കരിക്കൂ എന്ന് പറയുന്ന പോലെ ആ ഞണ്ട് ന്യായം ഉണ്ടല്ലോ, ആ ന്യായം ഇനി ഒരിക്കലും പറയരുത്. അള്ളാഹു എതിർത്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ഖുർആനിൽ ഈ ആയത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോ? വല്ലദീന ഇത്തഖദു, ഒരു വിഭാഗക്കാർ, ഇത്തഖദു മിൻ ദൂനിഹി ഔലിയ, വല്ലദീന, ഒരു വിഭാഗക്കാർ, ഇത്തഖദു, അവർ സ്വീകരിച്ചു, മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിനെ താഴെ, ദൂന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരർത്ഥം അള്ളാഹുവിൻ്റെ താഴെയുള്ളവർ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർ എന്ന അർത്ഥത്തിലും വരാം. മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ, അവർ പറഞ്ഞത് മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. ഈ ഹും ആരാണ്? അവരുടെ ഔലിയാക്കൾ, അവരുടെ മഹാന്മാർ, അവരുദ്ദേശിക്കുന്ന മഹാന്മാർ. അവർ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ല, ഇത് കാരണമല്ലാതെ, ലിയുഖർറിബൂന, അവർ ഞങ്ങളെ അടുപ്പിക്കാൻ, ഇലല്ലാ, ഞങ്ങളെ അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് കൊണ്ടുപോകാൻ അല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. എങ്ങനെ? സുൽഫ, ഒരടുപ്പിക്കൽ. ആ സുൽഫ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ചുള്ള ഒരടുപ്പം, സാധാരണക്കാർക്ക് പറ്റൂല എന്നാണ്. ഈ സുൽഫ കൊണ്ട് സാധാരണക്കാർക്ക് പറ്റൂല, അവർക്ക് മാത്രമേ പറ്റുന്ന ഒരു സുൽഫയാണത്, അടുപ്പിക്കലാണ്. അള്ളാഹു അപ്പം തന്നെ അതിൻ്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യഹ്കുമു ബൈനഹും, അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കും. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, ഫീ മാ, അതായത് ഒരു വസ്തുവിൽ, ഒരു വിഷയത്തിൽ, ഹും ഫീഹി, ആ വിഷയത്തിൽ അവരാകുന്നു, യഖ്തലിഫൂന, ഭിന്നിച്ചിട്ടുണ്ടവർ, അങ്ങനെയുള്ള വിഷയത്തിൽ അള്ളാഹു അവർക്കിടയിൽ എന്ത് ചെയ്യും? വിധികൾ കൽപ്പിക്കും. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലാ യഹ്ദി, എന്ത് ചെയ്യുന്നില്ല? അള്ളാഹു ഹിദായത്ത് ചെയ്യുന്നില്ല, വഴികാട്ടുകയില്ല, മൻ, ഒരുത്തനെ, ഹുവ, അവനാകുന്നു, കാദിബുൻ, കളവ് പറയുന്നവനാണ്, കഫാർ, നന്ദി കെട്ടവനായ, കുഫറുള്ളവനാണ്. ഇങ്ങനെയുള്ള നന്ദി കെട്ടവനായ, കുഫറുള്ളവനായ, കളവ് പറയുന്നവനായ ഒരു വ്യക്തിയെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് വിഷയം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിനെ ഉൾപ്പെടുത്തിയത് എന്തിന് എന്ന് നമുക്കൊക്കെ മനസ്സിലായി. എന്തിനാണ് ഉൾപ്പെടുത്തിയത്? പറ. അള്ളാഹു എന്തിനാ ഉൾപ്പെടുത്തിയത്?
അല്ല, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ ആരെങ്കിലും പറയരുത് ഞങ്ങൾക്കൊരു ഈ ആശയം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ഈ ആശയം ഞങ്ങളുടെ മനസ്സിനെ ഒരു നല്ലൊരു സന്തോഷം കാണിക്കുന്നുണ്ട്. ഇതിന് അള്ളാഹു എതിർത്തിട്ടുണ്ടോ? ഇതിന് അള്ളാഹു എതിർത്തിട്ടുണ്ടോ? അത് ഉറപ്പിക്ക്, അതൊന്ന് പറഞ്ഞതാ. അപ്പൊ നമ്മൾ പറയും അള്ളാഹു എതിർത്തിട്ടുണ്ട്. ആ, അതാണ് ഈ ആയത്ത്, സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിഭാഗക്കാർ ഇങ്ങനെ അള്ളാഹുവിനെ പറ്റി പറയുന്ന ഈ വിഭാഗക്കാരുണ്ടല്ലോ, ഇവരെ പറ്റി അള്ളാഹു വിളിച്ചത് എന്താ? മുശ്രിക്കീങ്ങളെന്നാണ്. മുശ്രിക്കീങ്ങളാണ് വിളിച്ചത്. കഫാർ എന്ന് വിളിച്ചു, കുഫറുള്ളവർ വിളിച്ചു, നന്ദി കിട്ടവർ എന്ന് വിളിച്ചു, കള്ളം പറയുന്നവരാണെന്ന് വിളിച്ചു. നമ്മുടെ ദീനല്ലാത്ത കാര്യത്തിലാണ് ദീനുണ്ടാവും, എല്ലാത്തിലും ദീനുണ്ടാവില്ലേ? ഇപ്പോൾ ഒരാള് അയാളുടെ മാർഗം, അയാളുടെ ഉദ്ദേശം നല്ലതാണ്. അയാളുടെ ഉദ്ദേശം എന്താണ്? അയാളുടെ കുടുംബത്തെ പോറ്റണം, കുടുംബത്തെ ചെലവ് നൽകണം. അതിനും ആ ഉദ്ദേശത്തിന് വേണ്ടി മാർഗം സ്വീകരിച്ചതോ ഹറാമായ മാർഗം. അപ്പൊ അയാൾ പറയാൻ പാടുണ്ടോ ഞാൻ നല്ല ഉദ്ദേശത്തിനല്ലേ ഈ പലിശ വാങ്ങുന്നത്, ഇല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നത്, ഇല്ല മറ്റുള്ളവരെ ചതിക്കുന്നത്? നല്ല ഉദ്ദേശത്തിനല്ലേ. അതുകൊണ്ട് ഈ ഉദ്ദേശം നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ മാർഗം നോക്കണ്ടാന്ന്. ലോകത്തിലെ മൊത്തം ഈ വഴികെട്ടവരൊക്കെ എല്ലാവരും അത് പിന്നെ മതത്തിൽ തീവ്രവാദം കാണിക്കുന്നവരാണെങ്കിലും ശരി, അവരുടെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ ഒരു ഉദ്ദേശം പറയുന്നത് നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഈ രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, അതിന്റെ അർത്ഥം എന്താ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറഞ്ഞാൽ എന്താ? വോളണ്ടിയർലി ജോലി ചെയ്യുന്ന, സ്വമേധയാ ജോലി ചെയ്യുന്ന, രാഷ്ട്രത്തിന് സേവനം അർപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ട ഒരു വിഭാഗക്കാരെന്നാണ്. അതിലെന്തുണ്ട് തെറ്റ് ഇതിൽ? പക്ഷെ അവർ ചെയ്യുന്നതോ മൊത്തം ഫസാദാണ്. എല്ലാ വിഭാഗക്കാരും പേര് വെച്ചു, അൽ ഖായിദ പേര് വെച്ചു, ജയ്ഷെ മുഹമ്മദ് പേര് വെച്ചു, അങ്ങനെ പല പേരുകളൊക്കെ വെച്ചു. ആ പേര് വെച്ചതിൽ എന്തായി? ഐസിസ്, നിങ്ങൾ കണ്ടല്ലോ, ഐസിസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. പക്ഷേ മാർഗമോ ഇസ്ലാം അംഗീകരിക്കാത്ത മാർഗമാണ്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ. നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും, പല വിഭാഗക്കാരും, പല സംഘടനകളൊക്കെ നടത്തുന്നവരാണ്. എല്ലാവരുടെ പേരിൽ എന്താണ്? മുജാഹിദീങ്ങൾ എന്നാണ്. എന്നാലോ അവിടെ ജിഹാദ് എന്താണ്? സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യാത്തവരാണ് മുജാഹിദ് പേര് വെച്ച് നടക്കുന്നത്. മനസ്സിലാണ്ടോ? എന്താണ്? സ്വന്തം നഫ്സിനോട്. എൻ്റെ താടിയെ വളർത്തുന്നതിന് തടസ്സമുണ്ടാക്കുന്ന പല വിഷയങ്ങളുണ്ടാവും, അതിനോട് പൊരുത്താൻ ഇവർ തയ്യാറില്ല. അപ്പൊ തന്നെ ചെറുതാക്കി മുജാഹിദ് നിന്ന് വേറും വെക്കും, പേര് വെച്ച് നടക്കും അല്ലേ? അപ്പൊ എന്ത് സംഭവിച്ച്? വിഷയം പിന്നെ എന്താണ്? പേരൊക്കെ നല്ലതാണ്, പക്ഷെ അതിനോട് പ്രവർത്തിക്കാൻ തയ്യാറല്ല. എന്നാൽ ഘോരാഘോര പ്രസംഗമൊക്കെ നടത്തും, മുജാഹിദുകളോട് ഇങ്ങനെ തൊട്ടി കളിച്ചാൽ എന്നൊക്കെ വിളിക്കും. അതുപോലെ തന്നെ വിഭാഗം. ഇനി സമസ്തയാണെങ്കിലോ, സമസ്ത എന്ന് പേര് വെച്ചിട്ട് അവിടെ എന്താ ഉള്ളത്? ജമിയത്തുൽ ഉലമ. സമസ്തക്കേരള ജമിയത്തുൽ ഉലമ. അവിടെ എവിടെ ഉലമാക്കളുള്ളത്? എന്തു എൽമിന്റെ പ്രവർത്തനം നടത്തുന്നത്? ഇനി അപ്പുറത്ത് പോയാലോ, ഉത്തരേന്ത്യക്കാരൊക്കെ പറയുന്നത് എന്തറിയോ? ഖുർആൻ പഠിക്കാൻ ഞങ്ങളില്ല, ഖുർആൻ പഠിപ്പിക്കാൻ ഞങ്ങളില്ല. പിന്നെ അവർ പറയുന്നത് ഹദീസ് പഠിക്കാൻ ഞങ്ങളില്ല. കുറെ കവ്വാലികളൊക്കെ ചെല്ലാനും പാട്ടും പാടാൻ മാത്രം. പള്ളിയൊക്കെ നടക്കുന്നത് അഹ്ലദീസുകാരാണ്, പള്ളി നമസ്കരിക്കാൻ പോകുന്നതൊക്കെ അഹ്ലദീസുകാരാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കുറെ മസാറുകൾക്ക് പിന്നാലെ, കുറെ നേർച്ച സ്ഥലങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ പോകുന്നു. അതായത് ആൾ കുറ്റപ്പെടുത്താണ്. അവിടെ വിഭാഗത്തിലുള്ള ഒരു പണ്ഡിതൻ പറയാണിത്. ഖുർആൻ പഠിക്കാൻ അവരാണ് അഹ്ലദീസുകാരാണ്, ഹദീസ് പഠിക്കാൻ അഹ്ലദീസുകാരാണ്, പിന്നെ നിസ്കരിക്കാൻ അഹ്ലദീസുകാരാണ്. പിന്നെ നമ്മളൊക്കെ പേര് വെച്ച് നടക്കുന്നു. എന്താണ്? പള്ളിയിൽ എത്താൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല, എല്ലാം പിന്നെ ഇതിന്റെ ദർഗക്ക് പിന്നിലാണ്. ദർഗാറിനെ മനസ്സിലായല്ലോ, മസാർ ദർഗക്ക് അതാണ്.
ഇനി ഇനി ഇത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ പേര് വെച്ചിട്ടാണ് നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി, അവിടെ ഇസ്ലാം ഉള്ളത്? എവിടെ ഇസ്ലാമല്ല? അപ്പോൾ മൊത്തം ഞാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം, അതായത് ഇങ്ങനെ പേര് വെച്ചത് കൊണ്ട് അവരുടെ പ്രവർത്തനം നന്നാവില്ല. നന്നാകണമെങ്കിൽ മാർഗം നന്നാക്കണം. ഈ വിഭാഗക്കാർ ഈ ആയത്തിൽ പറഞ്ഞത് എന്തറിയോ? ഞങ്ങൾക്ക് അള്ളാഹു വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾക്ക് അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞോ? പകരം ഞങ്ങൾക്ക് അള്ളാഹു വേണം, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. എന്നാൽ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന വിഷയത്തെ അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? തള്ളിക്കളയുന്നില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് അടുക്കണം. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? ഇവർ ആരുടെ പിന്നാലാണ് നടക്കുന്നത്, ഏത് മഹാന്മാരെ പിന്നാലെയാണോ ഇവർ പോകുന്നത്, ആ മഹാന്മാരുണ്ടല്ലോ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി എല്ലാ നിലക്കുള്ള മാർഗം സ്വീകരിച്ചവരാണ്. അയ്യുഹും അഖ്റബ്, അവരെക്കാൾ മറ്റുള്ളവരെ പിന്നിലാക്കിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നവരായിരുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്നിലേക്ക് അടുക്കാൻ നോക്കരുത് എന്നല്ല പറഞ്ഞത്, അടുക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഫബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കണം, നിർബന്ധമാണ്. അള്ളാഹു കൽപ്പിക്കുകയാണ് സഹോദരങ്ങളെ, മനസ്സിലായല്ലേ? ഫബ്തഗൂ ഇലൈഹിൽ വസീല. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അള്ളാഹു അവരെ വിളിച്ചത് എന്താണ്? മുശ്രിക്കുകളെന്നാണ്. ഈ വിഭാഗക്കാരെ അള്ളാഹുവിൻ്റെ വിഷയം ഇങ്ങനെ എടുത്തു പറഞ്ഞ ഈ വിഭാഗക്കാരെ അള്ളാഹു ഖാലിദീന ഫിന്നാർ പറഞ്ഞു. അവർ റുബൂബിയത്തിൽ ശിർക്ക് വെക്കാത്തവരാണ്. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ പോലെയല്ല. ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സുഹ്രി ബാലുശ്ശേരിയുടെ ഇതെടുത്തിട്ട് പറഞ്ഞു, എന്താണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെയും തട്ടിപ്പാണ്. ചില വിഷയങ്ങളൊക്കെ കാണാത്ത പോലാണ്. ഇങ്ങനെ റുബൂബിയത്തിൽ ശിർക്ക് വെച്ച വിഭാഗക്കാർ വളരെ തുച്ഛമാണ്, വിരളമാണ് നമ്മുടെ നാട്ടിലെ. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുണ്ടെങ്കിൽ ഇല്ലേ? മറന്നോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ശിർക്ക്, ഇങ്ങനെയുള്ള ഈ റുബൂബിയത്തിൽ ശിർക്ക് ചരിത്രത്തിൽ തന്നെ വളരെ തുച്ഛമായ വിഭാഗക്കാരാണ്, വിരളമായ. അതിന് സാക്ഷികളാകേണ്ടി വന്ന ഗതികേട് നമ്മൾ ഓരോരുത്തർക്ക് അള്ളാഹു കാത്തുരക്ഷമാറാകട്ടെ. അപ്പോ അവർ ശിർക്ക് ചെയ്തത് ആരായിരുന്നു? ഏതിനോടായിരുന്നു? റുബൂബിയത്തിനോടല്ല. 2 റബ്ബുണ്ട് എന്ന് പറഞ്ഞ ഒരു അബൂജഹലിനെ കാണിച്ചു തരാൻ പറ്റൂല. 2 മുദബ്ബിർ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു അബൂലഹബിനെ കാണിച്ചു തരാൻ പറ്റൂല. 2 മുദബ്ബിർ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ഉത്ബത്തിനെയോ ഷൈബത്തിനെയോ കാണിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു അബൂബക്കറിനെ കാണിച്ചു തരാൻ പറ്റും. നാട്ടിലെ ഒരു അബൂബക്കറിനെ കാണിച്ചു തരാൻ പറ്റും. ഇങ്ങനെ ഒരാളുണ്ട്, ഇയാളൊരു മുദബ്ബിറുൽ ആലമാണെന്ന് പറഞ്ഞ റുബൂബിയത്തിൽ ശിർക്ക് വെക്കുന്ന, ശിർക്ക് പഠിപ്പിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അതായത് ഇവരൊക്കെ എന്തറിയോ, ഇന്നത്തെ നമ്മുടെ ഭരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എന്ത് എത്ര മോഷണം എങ്ങനെ അഴിക്കണം അറിയോ? ചെറുതാക്കാൻ പാടില്ല, എല്ലാ വലിയ മോഷണമാകണം. സ്കാം എന്താ പറയാ മലയാളത്തിൽ? സ്കാം, തട്ടിപ്പല്ല, മറ്റു അഴിമതി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വേണം? ചെറിയ അഴിമതി പറ്റൂല, വലിയ വലിയ അഴിമതി. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എന്തിനും. അപ്പോൾ ശിർക്ക് ചെയ്യുകയാണെങ്കിലോ ഈ വിഭാഗക്കാർക്ക് എങ്ങനെയുള്ള ശിർക്ക് ചെയ്യണം? അത് കണ്ടുപഠിച്ചവരാണ്. ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ചെയ്യുന്നത് പോലും എന്തായിരിക്കണം? സുപ്രീമായിട്ടുള്ള ശിർക്ക് ആകണം. ലോകത്ത് ആരും ചെയ്യാത്ത ശിർക്ക് ചെയ്യണം. അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് ഇവരിങ്ങനെ ഏത് ഷിർക്ക് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടണം. അത് മക്ക മുശ്രിക്കുകൾക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന രൂപത്തിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അപകടം പിടിച്ച കാര്യങ്ങൾ. അതുപോലെ തന്നെ അവര് അള്ളാഹുവിന്റെ കൂടെ വേറെ റിസ്ക് തരുന്നവരുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു? ഇല്ലല്ലോ, ഇല്ല. അതുപോലെ തന്നെ അള്ളാഹും ഉപദ്രവിക്കും, അള്ളാഹു അല്ലാത്തവരും ഉപദ്രവിക്കും. അതുപോലെ തന്നെ അള്ളാഹു ഉപകാരപ്പെടുത്തും, ഉപകാരം ചെയ്യും, അതുപോലെ മറ്റുള്ളവരും ഉപകാരം ചെയ്യും എന്ന് വിശ്വസിച്ചല്ലേ? വിശ്വസിച്ചു. എന്നാൽ അവർക്കറിയാം ഞങ്ങൾ പറയുന്നത് കളവായിരുന്നു എന്നാണ്. അവർക്ക് അറിയാം ഇത് പറയുന്നത് കളവാണ്, നേരല്ല, സത്യമല്ല. കാരണം അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്?
അവർക്ക് ഉപകാരമില്ലാത്തവരെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഔലിയാക്കളായിട്ട് സ്വീകരിക്കുന്നത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അവർക്ക് ഉപകാരമില്ലാത്തവരെയാണ് അള്ളാഹുവിനെ പുറമെ അവർ ഇബാദത്ത് ചെയ്യുന്നത്. വലാ യൻഫഉഹും, ഒരു ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്തവരെയാണ്. സാധാരണ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്ന പ്രയോഗം നോക്കി നിങ്ങൾ, എപ്പോഴും ആദ്യം ഉപയോഗിക്കുന്നത് ഉപകാരമല്ല, ഉപദ്രവമാണ്. ലോകത്ത് ശിർക്ക് സംഭവിക്കാൻ ഉള്ള കാരണം ഈ വസ്തുക്കളോടുള്ള ഈ വസ്തുക്കൾ, ഈ ഇബാദത്ത് ചെയ്യപ്പെടുന്ന വ്യക്തികൾ, ഈ മഹാന്മാരൊക്കെ ഉപദ്രവം ചെയ്യാതിരിക്കട്ടെ എന്നാണ് ആദ്യം. ഉപകാരം പിന്നെയാണ് വരുന്നത്. ആദ്യം ഇപ്പൊ കാറ്റ് വീശുമ്പോൾ കാറ്റിൽ നിന്നുണ്ടാകേണ്ട ഉപകാരത്തെക്കാൾ അവർ ഭയപ്പെടുന്നത് എന്തിനാണ്? ഉപദ്രവം ഉണ്ടാകാതിരിക്കുക. അതുകൊണ്ട് വായുവിനെ ദൈവമാക്കി. അതുപോലെ തന്നെ തീയെ ഒരു ദൈവമാക്കി, അഗ്നിദേവനാക്കി. അതുപോലെ തന്നെ വെള്ളം എല്ലാത്തിനെയും ദൈവമാക്കി. അതിൽ നിന്ന് അപകടം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ്. അതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അവർ ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തവരായ വസ്തുക്കളെയാണ്, മനുഷ്യരെയാണ്, അല്ലെങ്കിൽ ശക്തികളെയാണ് അള്ളാഹുവിനെ പുറമെ ഇബാദത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, വയഖൂലൂന, അവർ പറയുന്നു, ഹാ ഉലാഇ ശുഫഅഉന ഇൻദല്ലാഹ്, ഇവരൊക്കെ ആരാണ്? ഞങ്ങളുടെ അള്ളാഹുവിലേക്ക് ശുപാർശ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണം അവർ ചെയ്തിട്ടില്ല. അള്ളാഹു ഞങ്ങൾക്ക് വേണ്ടാന്ന്. നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ഈ വിഭാഗക്കാർക്ക് അള്ളാഹുവിനേക്കാൾ കൂടുതൽ അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ പറ്റിയാണ്. ഇവരിടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ കൂട്ടി പറയുന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്തവരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് പ്രഭാഷണത്തിൽ പോയാലും അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരുത്തനുമില്ല അവിടെ, ആ കൂട്ടത്തിൽ ഒരു പ്രാസംഗികനുമില്ല. അള്ളാഹു അല്ലാത്തവരെ പ്രൊമോട്ട് ചെയ്യാനും അവരുടെ പരസ്യം കൊടുക്കാനും ഉള്ള ഇവർ ഏജന്റുകളായി ഇങ്ങനെ കറങ്ങിയെടുക്കുകയാണ്. അള്ളാഹുവിനെ പറ്റി അറിയുന്ന ഒരു മുസ്ലിമിനെ ഇന്ന് കാണാൻ കഴിയില്ല. അള്ളാഹുവിനെ പറ്റി അറിയാനും അള്ളാഹുവിലേക്ക് അടുക്കാനും ഞങ്ങൾ ആളായിട്ടില്ല എന്നാണ്, അതിന് അർഹത ഞങ്ങൾക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണ് കഷ്ടം! അള്ളാഹുവിനെ പഠിക്കാൻ ഞങ്ങൾക്ക് ആയില്ല. അതിനൊക്കെ അതൊക്കെ പണ്ഡിതന്മാരാണ് പഠിക്കേണ്ടത്. ഞങ്ങളൊക്കെ ഇവരൊക്കെ പഠിക്കട്ടെ, ഇവരെ നമ്മൾ അറിയട്ടെ, ഇവരെ അടുപ്പിക്കാൻ നോക്കട്ടെ എന്ന നിലക്കാണ്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞു, ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിലേക്കുള്ള ഷഫീകളാണ്, ഞങ്ങളുടെ ഷഫീകളാണ്. അതുപോലെ അള്ളാഹു ഒരുപാട് തവണ പറഞ്ഞു, മാ ലാ യദുർറുഹും വലാ യൻഫഉഹും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്കറിയാം, അവർ അംഗീകരിക്കുക. ഈ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള കാരണം എന്താണ്? പ്രവാചകനോട് ഇവർ തർക്കിക്കാൻ വന്നിട്ടില്ല. ഏയ്, ഞങ്ങൾക്ക് ഒരു ഉപകാരം തരുന്നില്ല, നീ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇവർ ഉപദ്രവം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. അവർ അങ്ങനെ തർക്കിക്കാൻ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ അറിവിലുണ്ടോ? പ്രവാചകനോട് തർക്കിക്കാൻ വന്നിട്ടില്ലല്ലോ അവരെന്ത് ചെയ്തു? അതൊക്കെ ശരിയാണ്. എങ്കിൽ ഇവരാരൊക്കെ അറിയോ? ശുഫാഅത്ത് ചെയ്യുന്നവരാണ്, ഇവര് ശുപാർശ ചെയ്യുന്നവരാണ് എന്ന് അവരെന്ത് ചെയ്യുന്നു? അങ്ങനെ അവർക്കറിയാം ഈ ചെയ്യുന്ന പ്രവർത്തനം, ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ശരിക്കും എന്താണ്, അതിന് യാതൊരു അടിസ്ഥാനമില്ല, ഒരു കളവാണ് പ്രചരിപ്പിക്കുന്നത് എന്ന്. വലൈക്കും. അതുപോലെ തന്നെ ഇവര് ശുഫാഅകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ശുഫാഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ വലിച്ചു കൊണ്ടുവന്ന് തരും. അള്ളാഹു തരാത്തത്, തടഞ്ഞു വെച്ചതൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്യും? കൊണ്ടുവന്ന്. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തർക്ക് അള്ളാഹു പഠിപ്പിച്ചത്, പ്രവർത്തിപ്പിച്ചത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അള്ളാഹുവേ നീ നൽകിയതിനെ തടയാൻ ആരുമില്ല. വലാ മുഅ്തിയ, തരിക്കുന്നവനുമില്ല, നൽകിക്കുന്നവനുമില്ല. ലിമാ മനഅത, നീ തടഞ്ഞു വെച്ചത്, അല്ലേ? വലാ യൻഫഉ ദൽ ജദ്, ശക്തിയുള്ളവന്റെ ശക്തിയും അവന്റെ കഴിവ് ഒരു ഉപകാരപ്പെടുകയില്ല. മിൻകൽ ജദ്, എല്ലാ കഴിവും നിന്റെ അടുത്താണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇങ്ങനെ എപ്പോഴെങ്കിലും തോന്നരുത്, എവിടെയോ തടഞ്ഞു വെച്ചതുപോലെ. എന്താണ് എവിടെയും കച്ചവടത്തിന് പോയാലും ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല, ഒരു വിജയിക്കുന്നില്ല, കഴിച്ചിലാവുന്നില്ല.
അപ്പോൾ എവിടെയോ വന്നത് അള്ളാഹു വെച്ചിട്ടുണ്ട്, എനിക്ക് എവിടെയോ തടയുന്നുണ്ട്. ആ തടഞ്ഞതിന് എന്ത് ചെയ്യണം? അത് വരാൻ വേണ്ടി, അത് എന്നിലേക്ക് വരാൻ വേണ്ടി കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ ആ കാര്യം എന്താ പറയുക, കൂടോത്രങ്ങളോ ചെറിയ പിന്നെ ഷോർട്ട് കട്ടൊക്കെ ഉണ്ടാവും. ആ ഷോർട്ട് കട്ടൊക്കെ ഞാൻ ചെയ്യട്ടെ എന്ന നിലക്ക് പിശാചാണ് വന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നത്? വസ്വാസം ഉണ്ടാക്കുന്നത്. ഷെയ്ത്താൻ വന്ന് ഇവരുടെ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ മന്ത്രിക്കും, നിനക്ക് യഥാർത്ഥത്തിൽ കിട്ടിയതാണ്, അതൊരു തടസ്സമുണ്ട്. ആ പിശാജിൻ്റെ ഏജന്റ് ഇവിടെ തങ്ങളായിട്ടും ബീവിയായിട്ടും പിന്നെ മാരണക്കാരനായിട്ടും ജ്യോത്സ്യനായിട്ടും ഇങ്ങനെ ഉണ്ടാവും ഈ ഏജന്റുകളൊക്കെ. അവർ പറയും, ആ എനിക്ക് കാണുന്നുണ്ട്, നിനക്കെന്തോ ഭാഗ്യം വരാനുണ്ട്, പക്ഷെ ചില ഇങ്ങനെ ചെയ്യാണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്താൽ, കുതന്ത്രമൊക്കെ ചെയ്താൽ അതൊക്കെ ഇങ്ങോട്ട് വരും എന്ന നിലയ്ക്ക് അതേ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവരിങ്ങനെ അള്ളാഹു തടഞ്ഞു വെച്ചതിനെ ഇവർ വലിച്ചു കൊണ്ടുവരുന്നതാണ് ഷഫാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ അള്ളാഹു തടഞ്ഞു വെച്ചതിനെ ഇവർ വലിച്ചു കൊണ്ടുവരും. അതുപോലെ തന്നെ ചിലപ്പോൾ അള്ളാഹുവിനെ പറ്റി അറിയാതെ പോകുന്നു. എന്താണ്, നിങ്ങൾ എത്ര വിളിച്ചാലും അള്ളാഹിനെ കേൾക്കൂല കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അള്ളാഹുവിനെ കേൾക്കൂല. അള്ളാഹുവിനെ കേൾക്കണമെങ്കിൽ ഇവരിലൂടെ അള്ളാഹുവിലേക്ക് എത്തിക്കണം, അപ്പം അള്ളാഹു കേൾക്കും. അതുകൊണ്ട് ഇവരില്ലാതെ നിങ്ങൾക്കൊരു നേട്ടവും ഉണ്ടാവുകയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ അവൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ തന്നെ എഴുതി വെച്ചു, ഖദറിൽ എഴുതി വെച്ചു, ഇവൻ എന്ത് കഴിക്കും, ഇവൻ എന്ത് കുടിക്കും, എത്ര കുട്ടികളുണ്ടാകും. ഈ വയറ്റിലുണ്ടാകുമ്പോൾ ഈ കുഞ്ഞിനും ഈ ശുഫാക്കളെ അറിയില്ല, ഈ കുഞ്ഞുണ്ടാക്കിയവർക്കും ഈ ശുഫാക്കളെ അറിയില്ല. കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ റിസ്കുകളൊക്കെ അതാത് സമയത്ത്, അവൻ മുസ്ലിം ആണെങ്കിലും കാഫിറാണെങ്കിലും മുലഹിദാണെങ്കിലും വിശ്വാസിയാണെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനാണെങ്കിലും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ മാതാവിൻ്റെ ഉദരത്തിൽ തന്നെ ഗർഭാശയത്തിൽ തന്നെ തീരുമാനിച്ചു വെച്ചു. അതാത് സമയത്ത് അതും എത്തണം. അള്ളാഹു നിശ്ചയിച്ചത് ഇവരുടെ ശിർക്ക് കാരണം കുഫർ കാരണം അള്ളാഹു തടഞ്ഞു വെക്കില്ല, അള്ളാഹു തീരുമാനിച്ച കാര്യമാണ്. എന്നാൽ ആ സമയത്ത് വന്ന് പറയും, ശൈത്താൻ വന്ന് പറയും, ഏത് അള്ളാഹു നിശ്ചയിച്ചത് അതത് സമയത്ത് എത്തുമ്പോൾ ശൈത്താൻ വന്ന് പറയും, ഇത് നീ അന്ന് അവിടെ പോയല്ലോ, ആ നേർച്ച സ്ഥലത്ത് പോയല്ലോ, അതിൻ്റെ ഫലമാണെന്ന് ഇവ വിശ്വസിച്ചു. നീ അന്ന് അവിടെ പോയി ഈ നേർച്ച കൊടുത്തു, ഇവിടെ പോയി നീ സുജൂദ് ചെയ്തു, അവിടെ പോയി അതിൽ കുമ്പിട്ടു, ആ ഒരു മഹാനെ നീ ആദരിച്ചു, അതുകൊണ്ട് നിനക്ക് ലഭിച്ചതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കാത്ത, അതായത് ഈ മഹാനാണ് അള്ളാഹുവിൻ്റെ അടുത്ത ആള്, ഈ അള്ളാഹുവിൻ്റെ ഷഫീ ഇയാളാണ് എന്ന് വിശ്വസിക്കാത്ത എത്രയോ ആൾക്കാർക്ക് ഇങ്ങനെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കണമല്ലോ. അയാൾക്ക് ഈ വ്യക്തിയുടെ പേര് പോലും അറിയില്ലല്ലോ, അവർക്ക് അതിന് കിട്ടി എന്നതാണ് അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗക്കാരെ അള്ളാഹുവിൻ്റെ പേരെടുത്തു എന്നത് കാരണം കൊണ്ട് ഇവർ വലിയൊരു മാതൃക പുരുഷന്മാരായോ മാതൃക ഒരു സമുദായമായോ കാണിക്കുകയല്ല, ഇവർ ഏറ്റവും പേച്ചവരാണെന്നാണ്. ഇവരെ ഒരിക്കലും മാതൃകയാക്കാൻ പറ്റൂലാന്ന്, ഇവർ വഴികെട്ടവരാണ്, ഇവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ഈ ആയത്തിലൊക്കെ അള്ളാഹു എന്താക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആയത്തിൽ കണ്ടല്ലോ, എന്താണ് അവർ പറഞ്ഞു, അള്ളാഹുവിലേക്ക് അടുക്കാനാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും. ഞാൻ സുൽഫ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. സുൽഫ എന്ന് പറഞ്ഞത് എല്ലാവർക്കും സാധിക്കാത്ത രൂപത്തിലുള്ള അടുപ്പിക്കലാണ് ഇവർ ചെയ്യിക്കുന്നത്. ഇവരടുപ്പിക്കുന്നത് വല്ലാത്തൊരു അടുപ്പിക്കലാണ്. എനിക്ക് ഈ മഹാനെ കൊണ്ട് എന്തൊരു ഉപകാരമാണ് ഉണ്ടായത്, അത് ആരെ കൊണ്ടുണ്ടായിട്ടില്ല എന്ന്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഇവന് ആവശ്യം നടക്കാതെ വന്നപ്പോഴോ ഇവൻ പറയും, ഇയാൾ ശരിയില്ല എന്ന് പറയാതെ പറയും. അതെങ്ങനെ പറയാതെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരാൾ തന്നെ ഇയാളെന്ത് ചെയ്തിരുന്നു, എന്നും അയാൾക്ക് തന്നെ നേർച്ച കൊടുത്തിരുന്നു ആ നേർച്ച സ്ഥലത്തേക്ക്. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ ഇല്ല, വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അയാൾ അടുത്തുള്ളത് ഒഴിവാക്കിക്കൊണ്ട് ഏതോ ഒരു നാട്ടിലേക്ക് ടൂറ് പോയിട്ടുണ്ട്. എന്താ കാരണം? ഇവിടെ നടക്കുന്നില്ല, അയാൾ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് പറയാതെ പറഞ്ഞു. അവിടെ നിൽക്കൂല, ഇങ്ങനെ ജീവിതം മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതിനുവേണ്ടി കുറേ ഏജന്റുകൾ ഉണ്ടാവും ഉസ്താദുമാരുടെ രൂപത്തിൽ.
അവരൊക്കെ ഇങ്ങനെ കുറെ എന്തായിരുന്നു, ഈ നാട്ടിൽ പോയാൽ ഇവിടെ ഒരു യാസിൻ ഓതിയാൽ അത് ഇതിനുള്ള മരുന്നാണ്, ഇതിനുള്ള പരിഹാരമാണ്. ആ നാട്ടിൽ ചെന്നാൽ അവിടെ നിങ്ങൾ 10 ഫാത്തിഹ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇതിനുള്ള രക്ഷാമാർഗം ഉണ്ടാകും എന്നൊക്കെ പലയിടത്തും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഇവർ പറയാതെ പറയുന്നത് ഇയാളുടെ അടുത്ത് ശരിയാവില്ല എന്നാണ്. ഈ ആദ്യം പോയ അടുത്ത് ശരിയായില്ല, അടുത്തേക്ക് പോകണം, മറ്റൊരിടത്തേക്ക് പോകണം എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു എന്നതുപോലെയാണ്. അപ്പോൾ മറ്റൊന്നെന്താ പറയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർ ശരിയല്ല എന്ന് പറയാനുള്ള കാരണം എവിടെയാണ്? ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അത് ഈ ലോകത്തുമാകാം പരലോകത്തുമാകാം. യഥാർത്ഥത്തിൽ പരലോകത്ത് വെച്ച് ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ ഈ ശുഫാക്കൾ അവിടെ ലഭിക്കുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട് അവിടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർപ്പലിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? അവരുടെ ഇഖ്തിലാഫ് എന്താണ് സംഭവിച്ചത്? നമ്മുടെ സാധാരണ ഇഖ്തിലാഫിനെ പറ്റി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഒറ്റ സമുദായമായിരുന്നു, നിങ്ങൾ എപ്പോഴാണ് ഇത് ശരിയല്ല, ഇത് തൗഹീദിലേക്ക് വരൂ, ഷിർക്കിലേക്ക് പോകരുത് എന്ന് നിങ്ങൾ എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇത് ഭിന്നിപ്പ് തുടങ്ങിയതാണ്. അതിനു മുമ്പൊക്കെ ഞങ്ങളൊക്കെ ഒരൊറ്റ സമുദായമായിരുന്നു, പറയാറില്ലേ? അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് നിർത്തിയാൽ ഞങ്ങളൊക്കെ ഒന്നായി മുന്നോട്ട് പോകാം. യഥാർത്ഥത്തിൽ ഇഖ്തിലാഫ് സംഭവിച്ചത് എന്നാണ്? അള്ളാഹുവിൻ്റെ മാത്രം ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിൽ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് തിരിച്ചപ്പോഴാണ് ഇഖ്തിലാഫ് സംഭവിച്ചതെന്നാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണോ ഇഖ്തിലാഫ് സംഭവിച്ചത് ആ ഇഖ്തിലാഫിനെ പറ്റി അള്ളാഹു നിങ്ങൾക്കിടയിൽ ഒരു ഹുക്ം കൽപ്പിക്കും, വിധി കൽപ്പിക്കും എന്ന്. അതോടുകൂടി ഈ പറഞ്ഞ വാക്ക് ശരിയല്ല എന്ന് പറഞ്ഞത് അത് ഇഖ്തിലാഫാണെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? അള്ളാഹു അല്ലാത്തവർ സ്വീകരിച്ചിട്ട് പറഞ്ഞെന്താണ്? ഇവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഇതാണ് ഇഖ്തിലാഫ്. ഇഖ്തിലാഫ് പറഞ്ഞാൽ ഭിന്നിപ്പ് ഇവിടെയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ പ്രയോഗിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിച്ചതുകൊണ്ട് ഇവിടെ ഭിന്നിപ്പുണ്ടായി, പരസ്പരം കലഹങ്ങളുണ്ടായി, പരസ്പര വിഭാഗീയത ഉണ്ടായി. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, അള്ളാഹു ഒരിക്കലും ഇങ്ങനെയുള്ള കാഫിരിങ്ങളെ, ഇങ്ങനെയുള്ള കള്ളം പറയുന്നവർ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്നാണ് അർത്ഥം. ഏത്? ഇവരൊക്കെ അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന മഹാന്മാരാണെന്ന് പറഞ്ഞത് കാദിബാണ് അവർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ എങ്ങനെയാണ്? മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, അല്ലേ? നരകത്തിനുള്ള സീറ്റ് ഉറപ്പിക്കട്ടെ എന്നല്ല പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിനെ പറ്റി കള്ളം പറഞ്ഞാലോ? സുബ്ഹാനല്ലാഹ്, അള്ളാഹ് പറഞ്ഞു ഇത് എന്നെ പറ്റി ഇല്ലാത്ത കള്ളമാണ് പറയുന്നത്. കാരണം ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ നിശ്ചയിച്ചിട്ടില്ല. അവരിങ്ങനെ പറയാണ്, അതായത് ഞങ്ങളുടെ നല്ല ഉദ്ദേശം ഒന്നും നിങ്ങൾ മനസ്സിലാക്കും മനുഷ്യന്മാരെ. ഞങ്ങളുടെ നല്ല ഉദ്ദേശമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കാതെ എന്തിനാണ് നിങ്ങൾ നെഗറ്റീവായി പോകുന്നത്? അതൊന്ന് പരിഗണിച്ചൂടെ? അപ്പോൾ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച കള്ളമാണ് അള്ളാഹുവിൻ്റെ പേരിൽ. അതുകൊണ്ട് ഇത് എത്ര എന്താണ് ഫസയ്യന ലഹും ശൈത്വാനു അഅമാലഹും, പിശാച് അവരുടെ അമലുകളെ എത്ര ഭംഗിയാക്കി കാണിച്ചാലും അതിനോട് സമരസപ്പെടാനോ അല്ലെങ്കിൽ താൽക്കാലികമായി ഒരു ഒത്തുതീർപ്പിലെത്താനോ ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെ നമുക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം അള്ളാഹുവിൻ്റെ ആയത്ത് ഈ സംഭവിച്ച് അള്ളാഹുവിൻ്റെ ആയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പിൻബലം നൽകുന്നു. ഒരു ഖബൂരിയായിട്ടുള്ള വ്യക്തിയോട് പിന്നെ ഇങ്ങനെ ഇത് പറഞ്ഞാൽ ഇതൊക്കെ ശരിയല്ല, അള്ളാഹുവിനെ പിന്നെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്താൽ, അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ അള്ളാഹു തരൂല എന്ന് എവിടെയാ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു അതവിടെ സൈഡ് വെക്ക്, അതല്ല നമുക്ക് വേണ്ടി. ഇവരെ മഹാന്മാരെ ആദരിക്കണമല്ലോ. അതുകൊണ്ട് നീ പറയുന്ന വാക്ക് ഈ മഹാന്മാരെ ആദരിക്കുന്നതിനെതിരാണ്. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ചില ഇതങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു പിന്നെ ഈ മഹാന്മാർ വേണ്ടെന്നാണോ? ഈ പിന്നെ സ്വാലിഹ്യങ്ങൾ വേണ്ടെന്നാണോ? എവിടെയാ പറഞ്ഞത് സ്വാലിഹ്യങ്ങൾ വേണ്ടെന്ന്? വിഷയം അങ്ങോട്ട് മാറ്റലാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ഔലിയാക്കന്മാരെ സ്വീകരിച്ചവരെന്നാണ്. എന്താ? ഔലിയാക്കന്മാരെ
സ്വീകരിച്ചെന്നാണ്. അല്ലാതെ ഏതെങ്കിലും ബിംബങ്ങളെ സ്വീകരിച്ചവരെന്നല്ല അള്ളാഹു പറഞ്ഞത്. ഇവർ പരിചയപ്പെടുത്തി അങ്ങനെ വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി, നിങ്ങൾക്ക് ഇല്ലേ നിങ്ങളെ കയ്യിലുള്ള പുസ്തകം? വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിനെ പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചെന്നാണ്. വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി അസ്നാം എന്നല്ല. വലി എന്ന വാക്ക് അള്ളാഹു തന്നെ പ്രയോഗിച്ചു. അള്ളാഹുവിന് ഔലിയാക്കന്മാരുണ്ട്. അലാ ഇന്ന ഔലിയ അള്ളാഹ് ലാ ഖൗഫുൻ അലൈഹിം, അള്ളാഹു പറഞ്ഞില്ലേ? പ്രവാചകൻ പറഞ്ഞു ഔലിയാക്കന്മാരോട് എതിർ പ്രവർത്തിച്ചവർ അവരോട് അള്ളാഹു തന്നെ യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഔലിയാക്കന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ലിസ്റ്റ് ഇറക്കിയിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ ചില പേരുകളല്ലാതെ ഖുർആനിൽ അള്ളാഹു പരാമർശിക്കുന്ന ചില പേരുകളുണ്ട്. അല്ലാതെ ഖുർആനിലും ഹദീസിലും വരാത്ത, മഹാന്മാരായി അറിയപ്പെടാത്ത അങ്ങനെയുള്ള വിഭാഗക്കാരുടെ ലിസ്റ്റ് അള്ളാഹു ഇറക്കിയിട്ടില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ലിസ്റ്റ് ഒന്നും കൊണ്ടുവരും. ഈ ജാറത്തിലുള്ളവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. ഈ ബീവി അള്ളാഹുവിൻ്റെ വലിയത്താണ്. ഈ മറ്റാൾ അള്ളാഹുവിൻ്റെ മഹാനാണ്. അള്ളാഹു ഇയാൾ വിളിച്ച എല്ലാ ദുആക്കും വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും. ഇങ്ങനെയുള്ള ലിസ്റ്റ് അള്ളാഹു നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇതെന്താണ്? അള്ളാഹുവിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന കദിബാണ്. അതുകൊണ്ട് അള്ളാഹു കാദിബ് എന്ന് വിളിച്ചു. എത്ര നല്ല ഭംഗിയായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞതുപോലും പിശാച് വന്ന് ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, ഇവരുടെ ചെവിയിൽ വന്ന് പറഞ്ഞതാണ്. ഇവർ വേറെ ആരുമല്ല, ഇവർ ഔലിയാക്കളാണ്. ഈ ഔലിയാക്കൾ ആരാണ്? അള്ളാഹുവിനെ അടുപ്പിക്കുന്നവരാണ്. ഇവർക്ക് അതിനുള്ള കഴിവുണ്ടെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് കുഫ്രിന്റെ വാക്കാണ്. അതായത് ഇപ്പോ ഇവര് പറയുന്ന സമയത്തുണ്ടായിരുന്ന ഔലിയാക്കൾ ആരൊക്കെയാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അവരുടെ അടുത്തുണ്ടായിരുന്ന ഔലിയാക്കന്മാർ അല്ലേ? അവർ ഔലിയാക്കളാണ് എന്ന വിഷയത്തിൽ നമുക്ക് തർക്കിക്കാൻ പറ്റുമോ? എന്നാൽ പോലും അള്ളാഹ് പറഞ്ഞു ഇവർ കാഫിരിങ്ങളാണെന്നാണ്, കുഫാറുകളാണ്, കഫാറുകളാണ്, കാദിബീങ്ങളാണ്, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവരാണ്. അതിന്റെ അർത്ഥം എന്താ? ഈ ഇബ്രാഹിം നബിക്ക് ഇങ്ങനെ ചെയ്ത കുഫർ ചെയ്തവരെ അടുപ്പിക്കാൻ ഇബ്രാഹിം നബിക്ക് കഴിയില്ല എന്നാണ്, ഇസ്മായിൽ നബിക്ക് കഴിയില്ല എന്നാണ്. എങ്ങനെ? ഇങ്ങനെ കുഫർ ചെയ്തവരെ, അള്ളാഹുവിൽ പങ്കുചേർത്തവരെ, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൂടെ ശുഫാക്കളുണ്ട്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഷാഫികളുണ്ട്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള എന്തുണ്ട്? ഷുഫാക്കളുണ്ട്, ശുപാർശ നടത്തുന്നവരുണ്ട് എന്ന് പറഞ്ഞവർ അള്ളാഹു വിളിച്ചത് കഫാർ എന്നാണ്, കാദിബ് എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരുപാട് വാചക കസരത്തുകൾ നടത്തുന്ന ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഉൾക്കൊള്ളാൻ ശരിയാണ് എന്ന് പറയാൻ പോലും കഴിയില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കെതിരിൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും? വിധി കൽപ്പിക്കുമെന്ന് പേടിപ്പെടുത്തിയിട്ടുണ്ട് ഈ ആയത്തിലൂടെ. ഏതായത്ത്? ഇനിയുള്ളത് എന്താ അറിയോ? ഷഫാഅത്ത് എന്നതുണ്ടല്ലോ. ഹക്കായ ഷഫാഅത്തുണ്ട്, ബാത്തിലായ ഷഫാഅത്തുണ്ട്. ഹക്കായ ഷഫാഅത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആൾക്കാരെയും ഷഫാഅത്ത് ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ട്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അപ്പോ ആർക്കും പറ്റൂല അള്ളാഹുവിന്റെ ഇതിനില്ലാതെ. അപ്പൊ ഇതിനുള്ളവരുണ്ട്, അള്ളാഹുവിന്റെ അനുവാദമുണ്ട്, ഷഫാഅത്ത് ചെയ്യുന്നവരുണ്ട്. ബാത്തിലായ ഷഫാഅത്ത് എന്താണ്? ഈസാ നബി ഷഫാഅത്ത് ചെയ്യും, അല്ലെങ്കിൽ അതായത് ഈ ബാത്തിലായ ആൾക്കാർക്ക് അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ ഈസാ നബി ഷഫാഅത്ത് ചെയ്യും, ഇബ്രാഹിം നബി ഷഫാഅത്ത് ചെയ്യും, ഇങ്ങനെയുള്ള മഹാന്മാർ ഷഫാഅത്ത് ചെയ്യും എന്നുള്ള ഈ ബാത്തിലായ ഷഫാഅത്ത് ഉണ്ടല്ലോ, അതും രണ്ടാണ്. ഇത് രണ്ടും കൂട്ടിക്കൊണ്ടു. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവർ ഷഫാഅത്ത് വിരോധികളാണ്, ശുപാർശ ഇല്ല എന്ന് പറയുന്നവരാണ്, മഹാന്മാർ ഇല്ല എന്ന് പറയുന്ന. ഇത് രണ്ടും കൂട്ടിക്കലർത്തലാണ്. ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുന്നത്? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് ഒളിപ്പിച്ചു വെക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോ എന്താണ്? ഒന്നാമത്തെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ ഇതിന് വേണം. എന്ത് വേണം? അള്ളാഹുവിന്റെ അനുവാദം വേണം. 2, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിന്റെ ഉപകാരം കിട്ടാൻ, അള്ളാഹുവിൽ നിന്നുള്ള ഉപകാരം കിട്ടാൻ ആർക്കാണോ ഷഫാഅത്ത് ചെയ്യുന്നത് അയാൾ തൗഹീദിന്റെ ആളാണ്.
അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയാകണം ഷഫാത്ത് ലഭിക്കണമെങ്കിൽ. അതുകൊണ്ടാണ് അവർക്ക് ഷഫാത്ത് ലഭിക്കും അള്ളാഹുവിൻ്റെ അനുവാദം കൂടി എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അനുവാദം അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മുവഹിദുകളായ നമ്മൾ പോലുള്ള സാധാരണക്കാരായ മുവഹിദുകളല്ലോ, നമ്മൾക്കൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കൂലേ? നമ്മളത് തെറ്റ് ചെയ്യാത്തവരാണ് ആണോ? ഈ തെറ്റ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തർ പോലുള്ള സാധാരണക്കാർക്ക് ഷഫാത്തിൻ്റെ ആവശ്യമുണ്ടെന്നാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഹീദിലുള്ളവർക്ക് അള്ളാഹു പറയും, ഇവർക്കൊക്കെ ഷഫാത്ത് ചെയ്യും, ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഉസ്സാത്തുകളാണ് ഇവർ, മുവഹിദുകളാണ്, എന്നാലും ഉസ്സാത്തുകളാണ്, ഇസ്യാൻ ചെയ്തിട്ടുണ്ട്, ധിക്കരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ഷഫാത്ത് ലഭിക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. ഇതിൽ നിന്ന് ഈ 2 കണ്ടീഷൻ നഷ്ടപ്പെട്ടാൽ, ഇപ്പോൾ ഷഫാത്ത് ചെയ്യുമ്പോൾ ഷഫാത്ത് കിട്ടും എന്ന് പറയുമ്പോൾ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവാൽ എന്നവർ, അതായത് എത്ര തെമ്മാടിയാണെങ്കിലും ശരി, ഈ 2 കണ്ടീഷൻ വേണ്ട. എന്ത്? അള്ളാഹുവിൻ്റെ അനുവാദം ഇല്ലാതെ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞതാണ്. രണ്ടാമത്തെ എന്താണ്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ്? ഒന്നാമത്തെ എന്താണ്? ഇവര് എന്തായാലും ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചവർ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നവർ. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ ഷഫാത്തില്ലേ, ഈ ഷഫാത്ത് ആർക്കാണ് ലഭിക്കപ്പെടുന്നത്? ആ ലഭിക്കപ്പെടുന്നവരുടെ ഒരു കണ്ടീഷനും വേണ്ട, എന്നെ പിടിച്ചാൽ മാത്രം മതി. മുസ്ലിം ആകണമെന്നില്ല. അതുകൊണ്ടാണ് മറ്റേ കോയ പറഞ്ഞത്, എന്താണ്, ഗുരുവായൂരിനെ ഓർത്തുകൊണ്ട് മന്ത്രിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഏത്? ഗുരുവായൂരപ്പനെ ഓർത്തുകൊണ്ട് മന്ത്രിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ കോയല്ലേ, ആ കോയ പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് എന്ത് തെമ്മാടിയാണെങ്കിലും ശരി, എത്ര ശിർക്ക് ചെയ്തവനാണെങ്കിലും ശരി, നല്ലവരല്ലെങ്കിൽ ഞാൻ നല്ലവനാണ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ നല്ലവനാണ്, ഞാൻ കൈപ്പിടിച്ചോളാം എന്ന് പറയുന്ന ഇതിലെന്ത് ചെയ്യുന്നു? 2 കണ്ടീഷനും നഷ്ടപ്പെടുന്നു. 2 നിബന്ധനയില്ല. അള്ളാഹു അനുവാദം നൽകണമെന്നില്ല. അതിനൊക്കെ കുറെ കഥകളൊക്കെ ഉണ്ടല്ലോ. അള്ളാഹു അനുവാദം നൽകണമെന്നില്ല. അള്ളാഹു ആർക്കാണോ ഷഫാത്ത് ചെയ്യാൻ പറയുന്നത് അവരെ മാത്രമേ ഷഫാത്ത് ചെയ്യാവൂ എന്ന കണ്ടീഷനും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഈ രണ്ടുമില്ലാത്ത ഏതൊക്കെ ശുപാർശയുണ്ടോ അതൊക്കെ ബാത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഓർക്കണം, മാലിദ്ദാലിമീന, അക്രമികൾക്കില്ല, ശിർക്ക് ചെയ്തവർക്കില്ല, എന്താണ്, മിൻ ഹമീമിൻ, ഒറ്റ സുഹൃത്തും ഇല്ല, വലാ ഷഫിയൻ യുതാ, അല്ലെങ്കിൽ അനുസരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിളി കേൾപ്പിക്കപ്പെടുന്ന ഒരു ഷഫിയും ഉണ്ടാവില്ല. അയാളുടെ വിളിയെ കേൾപ്പിക്കപ്പെടുന്ന ഒരു ഷഫിയും ഒരു ശുപാർശക്കാരനും ഉണ്ടാവില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് ഷഫാത്ത് എന്ന് കേൾക്കുമ്പോഴേക്കും ഷഫാത്തിന്റെ അർത്ഥം അറിയാതെ പോയതാ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ അനുവാദത്തിൽ ഇല്ലാതെ തന്നെ ഷഫാത്ത് ലഭിക്കും എന്ന് ആ ഒരു എന്താണ് തെറ്റായ പ്രതീക്ഷയിൽ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശിർക്ക് ചെയ്യുന്ന വിഭാഗക്കാർ അള്ളാഹു അല്ലാത്തവരുടെ ഷഫാത്തിന്റെ പ്രതീക്ഷയിൽ ഉണ്ടാകുന്നത് ഒരു വ്യാമോഹം മാത്രമാണ്, അതൊരു സത്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ ഖുർബിനെ പറ്റി നമ്മൾ പഠിച്ചു. അടുത്തതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഷഫാഅത്തിനെ പറ്റി. നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യുന്നു, നമ്മൾ ഒന്നുകൂടി പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.